കേരളീയ സമൂഹത്തിൽ പോരാട്ടത്തിന്റെ പ്രതീകമായി നിന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ അടയാളമാണ് VS എന്ന രണ്ടക്ഷരം എന്ന് പിണറായി അനുസ്മരിച്ചു. ഇപ്പോഴും AKG സെന്ററിലേക്ക് നൂറുകണക്കിന് ആളുകൾ VSന് വിട ചൊൽകാൻ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, NM പിയേഴ്സൺ, ദാമോദർ പ്രസാദ് എന്നിവർ ഇപ്പോൾ സ്പെഷ്യൽ എഡിഷനിൽ തത്സമയം അതിഥികളായി ചേരുകയാണ് VSനെ അനുസ്മരിക്കാൻ. ആദ്യം ശ്രീ ദാമോദർ പ്രസാദിലേക്ക്. ദാമോദർ, ഈ കാലഘട്ടത്തിൽ എന്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് VSന്റെ വിടവാങ്ങൽ? തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം മുതലാളിത്ത ചൂഷണത്തിൻ്റെയും മറ്റു തരത്തിലുള്ള ജാതി പിശാചികളൊക്കെ തന്നെ ഓരോ ദിവസവും വർഗീയത വെളിച്ചു വിളമ്പുന്ന കാലഘട്ടത്തിൽ VS അതിനെതിരെയുള്ള ശക്തമായ പോരാട്ടത്തെയാണ് നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത്. VS അവശേഷിപ്പിച്ചു പോയതും ആ പോരാട്ടത്തിന് വലിയ സമരചരിത്രമാണ്. അതായത് AKGക്ക് ശേഷം പോരാട്ടം എന്ന വാക്ക് കേരളത്തിൽ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് നേതാവിന് ചേരുന്നുണ്ടെങ്കിൽ അത് VSന് മാത്രമായിരിക്കും. ആ പോരാട്ടത്തിൻ്റെ ചരിത്രം അവശേഷിച്ചിട്ടെന്നും ഇനിയും അത് തുടരേണ്ടതുണ്ടെന്നാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം VSന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട. രണ്ടാമതായിട്ട് VS നമുക്കറിയാവുന്ന പോലെ തന്നെ നവോത്ഥാനത്തിൻ്റെ രണ്ടാം തലമുറ എന്നൊക്കെ പറയാം. ഒരുപക്ഷെ രണ്ടാം തലമുറയൊക്കെ നവോത്ഥാനത്തിൻ്റെ പ്രോഡക്റ്റാണ്, അല്ലെങ്കിൽ നവോത്ഥാനത്തിൻ്റെ സൃഷ്ടിയാണ് VS. അപ്പോൾ കാര്യം നവോത്ഥാനം ശ്രീനാരായണ ആശയങ്ങൾ കിളച്ചുമറിച്ച മണ്ണിലാണ് VS ഉയർന്നു വന്നിട്ടുള്ളത്. ആ ആശയങ്ങൾക്ക് വർദ്ധിച്ച പ്രാധാന്യമുള്ള കാലത്ത് നമ്മൾ ചെയ്യുക. കാര്യം ആ ആശയത്തെ ദുർബലപ്പെടുത്തിക്കൊണ്ട്, ആ ആശയത്തിൻ്റെ മഹത്വത്തെ ദുർബലപ്പെടുത്തിക്കൊണ്ട് ജാതി പിശാചികൾ അതിഭീകരമായി താണ്ഡവമാടുന്ന കാലത്ത് ജാതി പിശാചികളുടെ തിണ്ണം തിരങ്ങാത്ത ഒരു നേതാവായിരുന്നു VS അച്യുതാനന്ദൻ. അതാണ് നമ്മളിപ്പോഴും ഓർക്കുന്ന നിമിഷം. കാര്യം ഈ നിമിഷം നമുക്ക് ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്, ജാതി രാഷ്ട്രീയക്കാരെ തിണ്ണം തിരങ്ങാത്ത അത്രയും ഊർജ്ജസ്വലായ നേതാവായിരുന്നു VS അച്യുതാനന്ദൻ. ആ ഓർമ്മ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആത്മശുദ്ധീകരണത്തിനും പുതിയ രാഷ്ട്രീയ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിനും പോരാട്ടം മുന്നോട്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയ കാര്യം.